+1 അക്കൗണ്ടൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ നമുക്ക് ഡിപ്രീസിയേഷൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു മാർക്കിന്റെ MCQ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൾ MCQs ഫ്രം ദ ഡിപ്രീസിയേഷൻ ചാപ്റ്റർ. അണ്ടർ ഡിമിനിഷിംഗ് വാല്യൂ മെത്തേഡ് ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ഡാഷ്, അതായത് ബുക്ക് വാല്യൂ, അതായത് ഡിമിനിഷ് ചെയ്ത വാല്യൂ ആണ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്, അതിന്റെ മേലെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് അനദർ ക്വസ്റ്റ്യൻ, ഡിപ്ലഷൻ മെത്തേഡ് ഈസ് ഓഫ് ഡിപ്രീസിയേഷൻ യൂസ്ഡ് ഫോർ ഡാഷ് അസറ്റ്. അനദർ ടേം ആണ് ഡിപ്ലഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് വോസ്റ്റിംഗ് അസറ്റ് അല്ലെങ്കിൽ നാച്ചുറൽ, അതായത് മൈൻസ്, കോറീസ് എക്സെട്ര ആണ്. സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്നു. ആൻഡ് അനദർ ക്വസ്റ്റ്യൻ, ഇൻക്രീസ് ഇൻ ദ വാല്യൂ. ഡിപ്രീസിയേഷൻ ചാപ്റ്ററിൽ ഇൻക്രീസ് ഇൻ ദ വാല്യൂ വരാൻ സാധ്യതയുണ്ട്. അപ്പം വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന ടേം അപ്രീസിയേഷൻ എന്നാണ്. ആൻഡ് മോർ ഓവർ ഏറ്റവും കൂടുതൽ തവണ വെൽ കാൽക്കുലേറ്റ് ഡിപ്രീസിയേഷൻ ഡാഷ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദ ടോട്ടൽ കോസ്റ്റ്. നമുക്കറിയാം ടോട്ടൽ കോസ്റ്റ് നിന്ന് എന്ത് ഡിഡക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ടോട്ടൽ ഡിപ്രീസിയേഷൻ കാണുന്നത്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് സ്ക്രാപ്പ് വാല്യൂ, റെസിജ്വൽ വാല്യൂ എന്ന് പറയുന്നു. ആൻഡ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് റൈറ്റിംഗ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ വാല്യൂ കുറയുമ്പോൾ നമ്മൾ ഏത് ടേം ആണ് യൂസ് ചെയ്യുന്നത്? എക്സാമിന്റെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് ഇത്. ബി ആണ് ആൻസർ, അമോർട്ടൈസേഷൻ ആണ്. സോ ഡിപ്രീസിയേഷൻ ചാപ്റ്ററിൽ നമുക്കൊരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതിന് കൂടെ തന്നെ ഒരു MCQ ക്വസ്റ്റ്യൻ. ഇതായിരിക്കും MCQ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഈ വരുന്ന എക്സാമിനേഷന്.